BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വച്ചായിരുന്നു വേർപാട്. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു ശാന്തകുമാരി അമ്മ. മുൻ നിയമ സെക്രട്ടറിയായിരുന്ന പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. പരേതനായ പ്യാരിലാൽ ആണ് മറ്റൊരു മകൻ. സംസ്കാരം നാളെ. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുറച്ചുകാലമായി എളമക്കരയിലാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ താമസിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിലുണ്ടാകും. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ചെന്നൈയിൽ നിന്നും നാട്ടിലെത്തിയ മോഹൻലാൽ നേരെ പോയത് അമ്മയുടെ അനുഗ്രഹം തേടിയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് SIT. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. ശനിയാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാൻ കൂടി വേണ്ടിയാണ് കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തത്. SIT അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നത്. 2024 സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ നീക്കം നടന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് സ്വർണ്ണപ്പാളി കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. 4 സ്റ്റോറി ചിത്രീകരണം ആരംഭിച്ചു. രജത് മേനോൻ, ഡോക്ടർ രജിത് കുമാർ, PP കുഞ്ഞികൃഷ്ണൻ, അബിൻ റാം, പുതുമുഖ നായികമാരായ സെൽബി സ്കറിയ, ആർദ്ര ഗോപകുമാർ, ദിവ്യ തോമസ്, മീതു, കോമളം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാൻ കേച്ചേരി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന 4 സ്റ്റോറി എന്ന ചിത്രത്തിന്റെ പൂജ സ്വിച്ച് ഓൺ കർമ്മം എറണാകുളം YMCA ഹാളിൽ നടന്നു. പ്രശസ്ത സംവിധായകരായ M പത്മകുമാർ, സലാം ബാപ്പു, വിനോദ് ഗുരുവായൂർ എന്നിവർ ഭദ്രദീപം തെളിയിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും പുറത്തു ചാടിയ സിംഹവാലൻ കുരങ്ങ് തിരികെ കയറി. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും പുറത്തു ചാടിയ സിംഹവാലൻ കുരങ്ങ് തിരികെ കയറി. സന്ദർശകരെ അകത്ത് പ്രവേശിപ്പിച്ചു തുടങ്ങി. കുരങ്ങിനെ കൂട്ടിലടച്ചുവെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു. 37 വയസ്സ് പ്രായമുള്ള പെൺകുരങ്ങാണ് ചാടിപ്പോയിരുന്നത്. കുരങ്ങ് ചാടിപ്പോയതിനെ തുടർന്ന് ടിക്കറ്റ് കൌണ്ടർ താൽക്കാലികമായി അടച്ചിരുന്നു. കുരങ്ങ് തിരികെ എത്തിയതോടെ ടിക്കറ്റ് കൌണ്ടർ വീണ്ടും തുറന്നു. ടിക്കറ്റ് കൌണ്ടർ കഴിഞ്ഞ് പ്രവേശന സ്ഥലത്താണ് സിംഹവാലൻ കുരങ്ങുകളെ പാർപ്പിച്ചിരിക്കുന്നത്. 6 സിംഹവാലൻ കുരങ്ങുകളാണ് മൃഗശാലയിൽ ആകെയുള്ളത്. 3 ആൺകുരങ്ങും 3 പെൺകുരങ്ങുമാണ് ഉള്ളത്. മുൻപ് ഹനുമാൻ കുരങ്ങ് ഇതുപോലെ ചാടിയിരുന്നു. പ്രഭാസിന്റെ ബ്രഹ്മാണ്ഡ ദൃശ്യവിരുന്ന് രാജസാബ് ട്രെയിലർ 2.0 പുറത്ത്. ബ്രഹ്മാണ്ഡ ദൃശ്യവിരുന്നായി പ്രഭാസിന്റെ ഹൊറർ ഫാന്റസി ചിത്രം രാജസാബ് തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുകയാണ്. ഇപ്പോഴിതാ സിനിമയുടെ അത്ഭുതം ജനിപ്പിക്കുന്ന ട്രെയിലർ 2.0 പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. കൌതുകം ജനിപ്പിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതുമായ ഒട്ടനേകം ദൃശ്യങ്ങളും അഭിനയ മുഹൂർത്തങ്ങളുമായാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത്. ജനുവരി 9-നാണ് രാജസാബിന്റെ വേൾഡ് വൈഡ് റിലീസ്. ഐതിഹ്യങ്ങളും മിത്തുകളും എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലിംഗ് നിമിഷങ്ങളുമായിട്ടാണ് റിബൽ സ്റ്റാർ പ്രഭാസിന്റെ പാൻ ഇന്ത്യൻ ഹൊറർ ഫാന്റസി ത്രില്ലർ രാജസാബ് തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്നത്. പ്രഭാസിന്റെ ഇരട്ടവേഷം തന്നെയാണ് ചിത്രത്തിലെ ഹൈലൈറ്റ് എന്ന് ആദ്യ ട്രെയിലർ സൂചന നൽകിയിരുന്നു. രണ്ടാമത്തെ ട്രെയിലർ സിനിമയുടെ കൂടുതൽ സർപ്രൈസുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. സരീന വഹാബ്, സഞ്ജയ് ദത്ത് എന്നിവരുടെ ഇതുവരെ കാണാത്ത അഭിനയ മുഹൂർത്തങ്ങളും ചിത്രത്തിലുണ്ടെന്ന് ട്രെയിലർ അടിവരയിടുന്നുണ്ട്. ഹൊററും ഫാന്റസിയും റൊമാൻസും കോമഡിയും മനമയക്കുന്ന VFX ദൃശ്യങ്ങളുമൊക്കെ സമന്വയിപ്പിച്ചെത്തിയിരിക്കുന്ന ട്രെയിലർ ഏവരിലും രോമാഞ്ചം ജനിപ്പിക്കുന്നതാണ്. സിനിമയിലെ ഗാനങ്ങളും ക്യാരക്ടർ പോസ്റ്ററുകളും ഇതിനകം തരംഗമായി കഴിഞ്ഞിട്ടുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ ക്രമക്കേട്, വിജിലൻസിന് പരാതി. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ ക്രമക്കേടെന്ന് പരാതി. കോർപ്പറേഷൻ മുൻ കൌൺസിലർ ശ്രീകാര്യം ശ്രീകുമാർ വിജിലൻസിന് പരാതി കൈമാറി. കുറഞ്ഞ തുകയ്ക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകി വൻ തുകയ്ക്ക് അതേ കെട്ടിടങ്ങൾ മറിച്ച് നൽകുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ വർഷവും കെട്ടിട വാടക പുതുക്കണമെന്ന വ്യവസ്ഥയും പാലിക്കപ്പെട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു.
ഓരോ വർഷവും കെട്ടിടത്തിന് നൽകുന്ന വാടക വർദ്ധിപ്പിക്കണമെന്ന് ചട്ടമുണ്ട്. പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിന് നിശ്ചിത ശതമാനം വാടക മുറികൾ മാറ്റിവെക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. എന്നാൽ ഇതൊന്നും കഴിഞ്ഞ ഭരണസമിതി പാലിച്ചില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. രേഖകൾ അടക്കമാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൈമാറിയത്. എത്രയും വേഗം പരാതിയിൽ നിയമ നടപടി വേണമെന്ന് ശ്രീകാര്യം ശ്രീകുമാറിന്റെ ആവശ്യം. ലാഭവിഹിതം കോർപ്പറേഷന് കൂടി അവകാശപ്പെട്ടത്. സ്മാർട്ട് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട കരാർ പരിശോധിക്കും മേയർ വി രാജേഷ്. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട കരാർ പരിശോധിക്കുമെന്ന് കോർപ്പറേഷൻ മേയർ വി രാജേഷ്. പീക്ക് ടൈമിൽ നഗരപരിധിക്കുള്ളിൽ തന്നെ ബസ്സുകൾ ഓടണം. നഗരസഭയിലെ 101 വാർഡുകളിലും യാത്രക്കാർക്ക് യാത്രാ സൌകര്യം വേണം. ലാഭവിഹിതം കോർപ്പറേഷന് കൂടി അവകാശപ്പെട്ടതെന്നും മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTC, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ എന്നിവ ചേർന്ന ത്രികക്ഷി കരാറാണിത്. അതിനാൽ ലാഭവിഹിതം കോർപ്പറേഷന് കൂടി ലഭിക്കേണ്ടതാണ്. അത് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. സ്മാർട്ട് സിറ്റി ബസ്സുകൾ ഓടേണ്ടത് നഗരത്തിനുള്ളിലാണ്. പീക്ക് ടൈം അല്ലാത്തപ്പോൾ കുറച്ച് ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നതിൽ തടസ്സമില്ലെന്നും മേയർ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.